തമ്മനയിലിൽ കണ്ടതുപോലെ ടൗൺ ഭാഗത്തായിട്ട് താമസിക്കുന്ന ചിലർക്കൊക്കെ ഇത് വർക്ക്ഔട്ട് ആവുള്ളൂ കേട്ടോ. എന്തായാലും ഒന്ന് കണ്ടു നോക്ക്. അല്ലാത്തവരെ പറ്റുന്നവർക്ക് ഈ ഒരു മെസ്സേജ് ഒന്ന് ഷെയർ ചെയ്യാം. ഇവിടെ അടുത്തുള്ള ഒരു കർഷകനാണ് ഇദ്ദേഹം. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നോക്കുന്ന ഒരു പാവപ്പെട്ട കർഷകനായി കാണരുത് കേട്ടോ. നല്ല സമ്പത്തുള്ള ആളാണ് ഇദ്ദേഹം. പച്ചക്കറിയും ഫ്രൂട്ട്സിന്റെ വേസ്റ്റ്, കഞ്ഞിവെള്ളമൊക്കെ ഇങ്ങനെ ബക്കറ്റിൽ ഒഴിച്ചു വെച്ച് വീടുകളിൽ നിന്ന് ഈ കർഷകർ വന്ന് ശേഖരിച്ചുകൊണ്ട് പോകുന്നത് പണ്ട് മുതലേ ഒരുവിധം എല്ലായിടത്തും ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ താമസിക്കുന്നിടത്ത് പാക്കറ്റിലല്ലാണ്ട് ഇതുപോലത്തെ പാത്രങ്ങളിൽ ആൾക്കാർ പോയി പാല് മേടിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തായിട്ട് പശു അല്ലെങ്കിൽ കന്നുകാലികളെ വളർത്തുന്ന ഒരു കർഷകൻ ഉണ്ട് എന്നർത്ഥം. അവിടെ വല്ല മിൽക്ക് ബൂത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിൽ കൂടുതൽ കർഷകർ ആ ചുറ്റുവട്ടത്ത് ഉണ്ട്. ചില കർഷകർ നമ്മൾ അവിടെ മേടിക്കാൻ നിൽക്കുമ്പോഴായിരിക്കും അവർ ആ ബക്കറ്റിലെ ആ പാലുമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യത്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കടക്കാരൻ തന്നെ നമുക്ക് അവരുടെ കോൺടാക്ട് നമ്പർ തരുമായിരിക്കും. നമുക്കൊന്ന് ട്രൈ ചെയ്യാലോ, ഒന്ന് വിളിച്ചു നോക്കാം. അയൽവക്കത്ത് നിന്ന് 1-2 വീടുകൾ കൂടി ചേർന്ന് ചെയ്താലും മതി. അല്ലെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ മാത്രമാണെങ്കിലും അങ്ങോട്ട് തുടങ്ങാം. ഒരു ബക്കറ്റ് പൊതുവായിട്ട് വെച്ച് അതിൽ നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിന്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറവാണെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം 1-2 തവണ ആയിട്ട് അരിയും പരിപ്പൊക്കെ കഴുകുന്ന വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആൾക്കാർ കൂടുന്ന അനുസരിച്ച് പക്ഷേ ആ വെള്ളം ട്രാൻസ്പോർട്ടിന്റെ സൗകര്യം കൂടെ നോക്കി ചിലപ്പോൾ കുറയ്ക്കേണ്ടി വന്നേക്കാം. ഇത് നമുക്ക് നോക്കി മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യം. ഡ്രൈ വേസ്റ്റ് എന്തായാലും വീക്ക്ലി 1 or 2 ഇവിടെ ഈ ട്രക്ക് വരും. ഇതിലേക്ക് തന്നെയാണ് നമ്മൾ ഇടുക. ഇനി അവരായിട്ട് വരാൻ റെഡി ആവുന്നില്ലെങ്കിൽ നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ എന്തായാലും കവറിൽ കെട്ടിക്കൊണ്ടേ റോഡ് ഇരിക്കത്ത് കളയാൻ പോകാറില്ലേ? അതിന് പകരം നമ്മളായിട്ട് തന്നെ അങ്ങോട്ട് എല്ലാ ദിവസം പോകണം എന്നില്ല. ഒരു ദിവസം ഇടവിട്ട് പോയാലും മതി. കുറച്ചൊന്ന് ഫെർമെന്റ് ആവുന്നേ ഉള്ളൂ. അത് അവർക്കാണെങ്കിൽ ഈസി ഡൈജസ്റ്റബിളും ആയിരിക്കും. ടേൺ ബൈ ടേൺ ആയിട്ട് ആഴ്ചയിൽ 3 തവണ പോയാൽ മതിയോ. ഈ ആഴ്ച താൻ കൊണ്ടുപോവുകയാണെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ കൊണ്ടേ കൊടുക്കാം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാൽ മതി. എല്ലാം മുള്ളുമൊക്കെ പട്ടിക്കും പൂച്ചയ്ക്കും ഇട്ട് കൊടുക്കും. ബാക്കിയുള്ള ഡ്രൈ വേസ്റ്റ് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നോട്ട് ദാറ്റ് ബിഗ് ഇഷ്യൂ. അത് ആ വീക്ക്ലി വൺസ് ഗാർബേജ് പിക്കപ്പ് ആണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്യാൻ സാഹചര്യം ഒത്തുവരുന്നവരാണെങ്കിൽ അത് നഷ്ടപ്പെടുത്തരുത്. ബാക്കിയുള്ള എല്ലാവരെയും നോക്കണ്ട, നിങ്ങൾ മാത്രമായിട്ടാണെങ്കിലും അത് ചെയ്യാം. ഇത് അങ്ങോട്ട് റോഡിലേക്ക് കൊണ്ടേ കളയുന്നതിന് പകരം ഇങ്ങോട്ടാണെങ്കിൽ ആ കന്നുകാലികൾക്ക് വിവിധ തരം ആരോഗ്യകരമായ കുറച്ച് തീറ്റ കിട്ടുകയും ചെയ്യും. കൂട്ടത്തില് നമുക്കൊരു സംതൃപ്തിയാണ്. ഈ ഒരു ആനുകൂല്യം പക്ഷേ എനിക്കിത്ര നാളത്തേക്കൊന്നും അറിയില്ല. റോട്ടിൽ കൊണ്ടേ കളയാനുള്ള വേസ്റ്റ് ഇപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്. സിറ്റി താമസക്കാരുടെ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദിസ് ഇസ് ഗോഡ്സി ഫ്രം ഗോഡ്സീസ് മോഷൻ മലയാളം. ടേക്ക് കെയർ. ഗുഡ് ബൈ.